പറഞ്ഞതിന്റെ അർത്ഥം സനദില്ല എന്നല്ലോ. അങ്ങനെയൊക്കെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കും. ഇപ്പൊ പത്രസമ്മേളനത്തിൽ AP ഉസ്താദ് പറഞ്ഞു നമുക്ക് അബുദാബിയിലേക്ക് പോകാം. അപ്പൊ ചില ആൾ മനസ്സിലാക്കിയത് നമ്മൾ സനദ് കാണാത്തത് കൊണ്ടാണ്. അല്ല, അത് വെല്ലുവിളി അപ്പുറത്തുനിന്ന് വന്നു. ഇവരാണ് അതിലേക്ക് വടിവെച്ചത്. ഞങ്ങൾ ഒന്നാമത്തെ സനദ് വായിച്ചപ്പോ ഇവിടുന്ന് ചോദ്യം വന്നു. എന്താ ചോദ്യം? നിങ്ങൾ അബുദാബിയിലേക്കുണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ, എന്നാ പിന്നെ നമുക്ക് അബുദാബിയിൽ വായിക്കാം. അതാണ് പറഞ്ഞത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. അതായത് ആദ്യം കിട്ടിയ 2 കേശം അതിന് പട്ടിക്കാട് ജാമ്യാനൂരിയിലും മർക്കസിൽ നിന്നൊക്കെ കൊടുക്കുന്നത് പോലത്തെ സനദും അതിന്റെ അപ്പുറത്തുള്ള സനദ് 2 വിധമുണ്ട്. 2 സനദും ഉണ്ട്. 2 സനദും കിട്ടിയതുണ്ട്, സൂക്ഷിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേശം ഹസറജ് കൊണ്ടുവന്ന് തന്നു. അദ്ദേഹം സ്റ്റേജിൽ വെച്ച് പട്ടിക്കാടെന്ന് കൊടുക്കുന്ന സനദ് പോലത്തെ സനദ് വായിച്ച് കേൾപ്പിച്ചു, എഴുതി ഒപ്പിട്ടു, ഉസ്താദിനെ കൊണ്ട് തിരിച്ചു ഒപ്പിടിച്ചു, എന്നിട്ട് സാക്ഷി മുഖേന കൈമാറി. അതും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് രേഖയാണ്. അപ്പൊ 2നും ഞങ്ങളുടെ അടുത്ത് രേഖ ഉണ്ട്. ഇനി ആ രേഖയുടെ അപ്പുറത്തുള്ള അടിരേഖ, അതിന് അടിരേഖ എന്ന് പറയും. ഒരു ഡോക്യുമെന്റ്സിൽ അടിരേഖ ഉണ്ടാവും. അടിരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അടിരേഖ പോയിട്ട് അദ്ദേഹത്തോട് വാങ്ങാനും പരിശോധിക്കാനും അവർ തയ്യാറാകുന്നില്ല. അവർ പെട്ടെന്ന് തന്നെ ഇതിനെതിരായിട്ട് പ്രഖ്യാപിക്കുകയാണ് പഠിക്കാതെ. അതോടെയാണ് തെറ്റ്. ഞങ്ങൾക്ക് ബാധ്യത എന്താണ്? ബാധ്യത അവർ വന്നാൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ. അല്ല, ഒന്നാമതായി അടിരേഖ ഞങ്ങളല്ല, അടിരേഖ ഞങ്ങൾക്ക് തന്നാളെ പ്രസിദ്ധീകരിക്കട്ടെ. അല്ല, ഞങ്ങൾ പ്രസിദ്ധീകരിക്കൂല, ഞങ്ങൾ പറഞ്ഞില്ല. അത് പ്രസിദ്ധീകരിക്കേണ്ട ഘട്ടം വരുമ്പോൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. എന്നായിക്കാ ഘട്ടം? ഇപ്പൊ തരണം ഞങ്ങൾക്ക് അയാളുമായിട്ട് ഒന്ന് ബന്ധപ്പെടണം. അത് ബന്ധപ്പെടാൻ അടിരേഖ തരാൻ അടിരേഖകളോടുള്ള ഞങ്ങളൊരു പറമ്പ് വിറ്റാല് അടിരേഖയുള്ള ആളെടുത്ത് അയാളടുത്ത് വേറെ കുറെ ഉണ്ടാവില്ലേ? അപ്പൊ അല്ല അയാളെടുത്ത് ബന്ധപ്പെട്ട്